CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. വിശ്രമജീവിതം നയിക്കാൻ ആരും പറയേണ്ട, വിശ്രമജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 62 വർഷമായി പാർട്ടിയുടെ ആശയം പ്രചരിപ്പിക്കുന്നയാളാണെന്നും തന്റെ ശബ്ദം ഉയരാതിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് താൻ വിശ്രമജീവിതം നയിക്കണമായിരിക്കും. പത്തനംതിട്ടയിൽ എറിഞ്ഞകല്ല് അവിടെ തന്നെ കിടക്കുകയാണ്, അവിടെ വീണിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. സ്ഥാനങ്ങളില്ലാതെ താൻ 42 വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. തനിക്കെതിരെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം അത് അയാളെ കൊണ്ട് ആരോ പറയിച്ചതാണ്. ഈ അസുഖം ആലപ്പുഴയിലായിരുന്നു, ഇപ്പോൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. 4 വർഷത്തിൽ താൻ 1480 പൊതുപരിപാടികളിൽ പങ്കെടുത്തു, എല്ലാം ആലപ്പുഴ ജില്ലയിലായിരുന്നു. ഇതാണോ വിശ്രമജീവിതമെന്നും ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. താൻ വായിൽ തോന്നിയത് സംസാരിക്കുന്നു എന്നാണ് വിമർശനം. വായനാശീലവും ചിന്താശേഷിയും കൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. എഴുന്നേറ്റ് നടക്കാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരനാണ്. വിശ്രമമില്ല. തന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പറയിപ്പിച്ചതാണ്. അതാരാണെന്ന് താൻ അന്വേഷിച്ചിട്ടില്ല. എന്നാൽ അത് തന്നെ കേരളം മൊത്തം അപമാനിക്കാൻ വേണ്ടിയുള്ള ആക്ഷേപമാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. താൻ വായിൽ തോന്നിയത് പറയുന്ന ആളാണെന്ന് ആരാണ് പറഞ്ഞത്? അതേസമയം തനിക്ക് പ്രാധാന്യമുണ്ട്, താൻ വിശ്രമജീവിതം നയിക്കുന്നില്ല, 1480 പൊതുപരിപാടികളിൽ പങ്കെടുത്തു, ജില്ലയ്ക്ക് വെളിയിൽ 17 പരിപാടികളിൽ പങ്കെടുത്തു, പരിപാടിക്ക് വിളിക്കുന്നത് എന്തിനാണ്? താൻ പോകണം എന്നതുകൊണ്ടല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. പോകുന്ന സ്ഥലത്തു നിന്നും പൈസ വാങ്ങാറില്ല എന്നും മിണ്ടാതിരിക്കണം എന്ന് ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല എന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. തനിക്കെതിരെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ സുഹൃത്തിനില്ല. തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയുള്ള പരാമർശമാണിതെന്നും ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടതെന്നും തന്റെ വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് വിമർശിക്കുന്നതെന്നും സാമൂഹിക സേവനമാണ് രാഷ്ട്രീയ സേവനത്തിന്റെ അടിസ്ഥാനമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ മാനസിക രോഗിയാകും, ഭ്രാന്തനാകും. തങ്ങളെപ്പോലെയുള്ളവർ വായടച്ചു വെച്ചാൽ മാർക്സിസ്റ്റേതര ആശയങ്ങൾ ശക്തിപ്പെടും. കിട്ടുന്ന വേദികളിൽ പാർട്ടിയുടെ ആശയങ്ങൾ പറയും. തന്റെ ശബ്ദം ഉയരുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉണ്ടാവുക എന്നും സുധാകരൻ ചോദിച്ചു. ആലപ്പുഴയിലും ചിലർ തന്നെ കല്യാണത്തിനും മറ്റും വിളിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് തന്റെ പ്രസ്താവന എന്ന വിമർശനത്തിലും സുധാകരൻ പ്രതികരിച്ചിരുന്നു. ശ്രദ്ധ പിടിച്ചുപറ്റാനല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. അതല്ലേ മാർക്സ് പറഞ്ഞതെന്നും അദ്ദേഹം ചോദിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും. പാർട്ടിക്ക് അകത്തു പറയേണ്ടത് അകത്തു മാത്രമേ പറയൂ. സാമൂഹിക വിമർശനങ്ങൾ തുറന്നു പറയണം. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവർ, അഴിമതി നടത്തുന്നവർ, വർഗീയവാദികൾ, വൃത്തികേടുള്ളവർ തുടങ്ങിയവരെ താൻ വിമർശിക്കാറുണ്ട്. അതിഷ്ടപ്പെടാത്തവരാണ് തന്നെ വിമർശിക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളെ പറ്റിയാണ് എന്ന് സ്വയം ഏറ്റെടുക്കുന്നത് എന്തിനാണെന്നും ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിനു മുൻപ് പി കൃഷ്ണപിള്ള അടക്കം സാമൂഹിക പ്രവർത്തനങ്ങളിലല്ലേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്? സാമൂഹിക പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിത്തറ. സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നും വഴിമാറിപ്പോയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളുണ്ടാകില്ല. ചില പാർട്ടികൾക്ക് സോഷ്യൽ സർവീസ് ഇല്ലാത്തതാണ് ആളില്ലാതാകാൻ കാരണം. CPMന് സോഷ്യൽ സർവീസ് ഉണ്ട്. താൻ സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും ജി സുധാകരൻ പറഞ്ഞു. അതേസമയം വായിൽ തോന്നിയത് പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണം എന്നതായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. ആ വിമർശനത്തിന് പിന്നാലെയാണ് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്.